ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ലെറ്റ് us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എന്റെ പേര് M. പുരുഷോത്തമൻ, ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകൻ. ടീമുകളെ പരിചയപ്പെടാം. ടീം എ. എന്റെ പേര് അഭിന. എന്റെ പേര് നിവേദ്യ പ്രശാന്ത്, GHSS പാലിയിൽ നിന്ന് വരുന്നു. ടീം ബി. എന്റെ പേര് ദർശന. എന്റെ പേര് അഞ്ജലി, ഞങ്ങൾ IMNS GHSS സ്മൈലിൽ നിന്ന് വരുന്നു. ടീം സി. എന്റെ പേര് റിയ. എന്റെ പേര് അനുശ്രീ, ഞങ്ങൾ പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി. എന്റെ പേര് ഹരിനന്ദ്. എന്റെ പേര് ആദ്യ, ഞങ്ങൾ GHSS പാലാടിൽ നിന്ന് വരുന്നു. ടീം ഇ. എന്റെ പേര് നിഹാര. എന്റെ പേര് ആരാധ്യ, ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. റൗണ്ട് 4 അടുത്ത ചോദ്യം ടീം എയോടാണ്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന ഇതി വചനം കസ്മാത് ഗ്രന്ഥാത് ഉദ്ധൃതം. ഉത്തരമറിയില്ല, പാസ് ചെയ്തോട്ടെ. ചോദ്യം ടീം ബിക്ക് പാസ് ചെയ്തിരിക്കുന്നു. ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോക ഭാഗമാണ് കർമ്മണ്യേവാധികാരഃ തേ മാ ഫലേഷു കദാചന എന്ന് പറയുന്ന ഭാഗം. വേദവ്യാസനാൽ രചിക്കപ്പെട്ടിരിക്കുന്ന മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗമാണ് ഭഗവത്ഗീത. ഗീതോപദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഗീതോപദേശത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്ന ഭാഗമാണ്. അവിടെയാണ് കർമ്മണ്യേവാധികാരഃ മാ ഫലേഷു കദാചന എന്ന് പറയുന്ന ശ്ലോകഭാഗം ഉള്ളത്. ടീം ബിക്ക് 3 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. എന്തൊരു മഹാനുഭാവലു ഇതി കീർത്തനം കസ്മിൻ രാഗേ നിബദ്ധം. എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനം ഏത് രാഗത്തെ അടിസ്ഥാനമാക്കിയാണ് രചിച്ചിരിക്കുന്നത്? ത്യാഗരാജ സ്വാമികളാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഏത് രാഗത്തെ അടിസ്ഥാനമാക്കിയാണ് രചിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. കല്യാണ രാഗത്തിൽ അല്ല. ടീം സിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ശ്രീരാഗം. ഉത്തരം ശരിയാണ്. ടീം സിക്ക് പാസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 3 മാർക്കാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഏക കീർത്തന ഭാഗമേവ സാമജവരഗമന കീർത്തനമിതം കസ്മിൻ രാഗേ രചിതം. സാമജവരഗമന എന്ന കീർത്തനം ഏത് രാഗത്തെ അടിസ്ഥാനമാക്കിയാണ് രചിച്ചിരിക്കുന്നത്? ഹിന്ദോളരാഗം. ഹിന്ദോളരാഗം ശരിയാണ്. ഹിന്ദോളരാഗത്തിലാണ് സാമജവരഗമന എന്ന് പറയുന്ന കീർത്തനം രചിക്കപ്പെട്ടിരിക്കുന്നത്. ടീം സിക്ക് 5 മാർക്ക്. റൗണ്ട് 4 മാർക്ക് ടീം എ 5 മാർക്ക്, ടീം ബി 3 മാർക്ക്, ടീം സി 16 മാർക്ക്, ടീം ഡി 10 മാർക്ക്, ടീം ഇ 5 മാർക്ക്. നമുക്ക് 5ാം റൗണ്ടിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ടീം ഇയോടാണ്. ഗച്ഛൻ അവസൻ അത്ര ശത്രന്തപദം കിം? ഗച്ഛൻ. ഗച്ഛൻ ഉത്തരം ശരിയാണ്. ഗച്ഛൻ അവസൻ അതില് ശത്രു അന്തത്തിൽ അവസാനിക്കുന്ന പദം ഏതെന്നാണ് ചോദിച്ചത്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. സസ്യാനി പ്രമുഖതയ കതി വിധാനി സന്ധി. സസ്യാനി പ്രമുഖതയ കതി വിധാനി സന്ധി. ചതുർവിധാനി. ചതുർവിധാനി ശരിയാണ്. സസ്യങ്ങള് പ്രമുഖമായിട്ടും ഏതൊക്കെ വിധത്തിലാണ് എന്നാണ് ചോദിച്ചത്. 4 വിധത്തിലാണ് സസ്യങ്ങൾ ഉള്ളത്. ടീം എക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ഒരു വ്യാകരണപരമായിട്ടുള്ള ചോദ്യമാണ്. സഹശബ്ദയോഗേ
കാ വിഭക്തി ഉപയുജ്യത്തെ? ചോദ്യത്തിന്റെ അർത്ഥം സഹ എന്ന് പ്രയോഗിക്കുന്ന സമയത്ത് ഏത് വിഭക്തിയാണ് ഉപയോഗിക്കുക? ദ്വിതീയ വിഭക്തി. ഉത്തരം തെറ്റാണ്. ടീം സിയിലേക്ക് പാസ് ചെയ്യുന്നു. തൃതീയ. ഉത്തരം ശരിയാണ്. തൃതീയ വിഭക്തിയാണ് ഉപയോഗിക്കുന്നത്. സഹ ശബ്ദയോഗെ തൃതീയ എന്ന നിയമമുണ്ട്. രാമേണ സഹ അർത്ഥം കിട്ടുന്ന സമയത്ത് ഷഷ്ടി വിഭക്തിയുടെ അർത്ഥമായിരിക്കുന്ന രാമന്റെ കൂടെ. രാമസ്യ സഹ എന്ന് പറയില്ല, രാമേണ സഹ. ടീം സിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിയോട് തന്നെയാണ്. ധിക് ശബ്ദയോഗെ കാ വിഭക്തി? വ്യാകരണ കാര്യം തന്നെയാണ്. ധിക് ശബ്ദയോഗെ കാ വിഭക്തി? പഞ്ചമി. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്തിരിക്കുന്നു. ടീം ഡിയോടാണ്. ദ്വിതീയ വിഭക്തി. ദ്വിതീയ വിഭക്തിയാണ്. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 3 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. ഒരു വ്യാകരണ ചോദ്യം കൂടിയാണ്. ഹൃദയ ശബ്ദയോഗെ കാ വിഭക്തി ഭവതി? പഞ്ചമി വിഭക്തി. ഉത്തരം ശരിയാണ്. പഞ്ചമി വിഭക്തി. ഹൃദയ ഉപയോഗിക്കുന്ന സമയത്ത് പഞ്ചമി വിഭക്തിയാണ് ഉപയോഗിക്കുന്നത്. ടീം ഡിക്ക് 5 പോയിന്റ്. ടീം ഇയോടാണ് അടുത്ത ചോദ്യം. പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. സംസ്കൃത പഠനാത് ഹൃദയ കശ്ചന യഥാർത്ഥ ഭാരതീയോ ന ഭവേത്. വാക്യമിതം കസ്യ? മഹാത്മാഗാന്ധി. ഉത്തരം ശരിയാണ്. മഹാത്മാഗാന്ധിനഹ. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഈ പറഞ്ഞ വാക്കുകൾ. സംസ്കൃത പഠനത്തെ കൂടാതെ ഒരു വ്യക്തി യഥാർത്ഥ ഭാരതീയൻ ആവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീം ഇക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. കേയം സമസ്ത പദമാണ്. കേയം ഇതി പദസ്യ പദച്ഛേദം വദ. കേയം എന്ന പദത്തിന്റെ പദം മുറിച്ചിട്ടുള്ളത് പറയുക. കഹ അധികം ഏയം. ഉത്തരം തെറ്റാണ്. ടീം ബിയിലേക്ക് പാസ് ചെയ്യുന്നു. കേയം എന്ന പദത്തിന്റെ പദച്ഛേദമാണ് ഞാൻ ചോദിച്ചത്. കെ അധികം ഇയം. ഉത്തരം തെറ്റാണ്. ആർക്കെങ്കിലും അറിയാമോ? കാ അധികം ഇയം. കാ അധികം ഇയം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ടീം ഡി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചിത്തസ്യ വൃത്തയഃ സമസ്തപദം വദ. ചോദ്യം ചിത്തസ്യ വൃത്തയഃ ഏകപദം വദ. ചിത്തവൃത്തയഃ. ചിത്തവൃത്തയഃ. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. നൈഷധീയ ചരിതേ സൂചിതഃ നിഷധാധിപഃ കഃ? നളൻ. നളഹ. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. പഞ്ചമഹാകാവ്യേഷു ദ്വയം കാളിദാസേന വിരചിതം. രഘുവംശം കുമാരസംഭവം ച. കാളിദാസേന വിരചിത ഏക ഖണ്ഡകാവ്യസ്യ നാമ വദ. 5 മഹാകാവ്യങ്ങളിൽ 2 കാളിദാസനാൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. രഘുവംശവും കുമാര സംഭവവും. അദ്ദേഹത്താൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഖണ്ഡകാവ്യത്തിന്റെ പേര് പറയുക. മേഘസന്ദേശം. മേഘസന്ദേശം അല്ലെങ്കിൽ മേഘദൂതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം കാളിദാസനാൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഖണ്ഡകാവ്യമാണ്. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. 5ാമത്തെ റൗണ്ടിലെ പോയിന്റ് നില നമുക്ക് നോക്കാം. ടീം എ 5 പോയിന്റ്. ടീം ബി 5 പോയിന്റ്. ടീം സി 8 പോയിന്റ്. ടീം ഡി 13 പോയിന്റ്. ടീം ഇ 10 പോയിന്റ്. നാളെ സംസ്കൃതം പ്രശ്നോത്തരി അവസാന ഭാഗം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിത നാഥ്.
റേഡിയോ ടീച്ചർ